ഞങ്ങൾ കുറച്ച് നേരത്തെ DYSP സാറ് റഷീദ് സാഹിബിൻ്റെ അന്നൂസിൻ്റെ ഉപ്പയുടെ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചു. കൊണ്ടോട്ടിയിൽ നിന്ന് മകനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മകനുമായി തന്നെ സംസാരിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് കൊടുവള്ളി സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പോലീസാണ് കണ്ടുപിടിച്ചത്, അങ്ങനെയാണ് തീർച്ചയായിട്ടും പോലീസാണ് കണ്ടുപിടിച്ചത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾക്ക് മകനെ കിട്ടി എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുക. ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ 5 ദിവസമായി ഇവർ ഭക്ഷണം കഴിക്കില്ല. ഞങ്ങളൊന്നും ഇവിടുന്ന് പോവാറില്ല, ഞങ്ങളിവിടെ തന്നെയാണ്. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാനോ ഒന്ന് കുളിക്കാനോ മാറ്റാനോ ഒന്നിനും സാധ്യമാകാത്തൊരവസ്ഥ. സംസാരിച്ചോ? തീർച്ചയായിട്ടും പിതാവ് സംസാരിച്ചു. പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. വലിയ പ്രയാസങ്ങളില്ല എന്ന് പറഞ്ഞു. ബാക്കി ഞങ്ങൾ നേരിട്ട് സംസാരിക്കാം എന്നുള്ളത് പറഞ്ഞതാണ്. അതായത് പരിക്കോ മറ്റോ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പ്രയാസങ്ങൾ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇനി നേരിട്ട് കാണാം എന്നുള്ള രീതിയിൽ നിൽക്കുക. അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് സ്റ്റേഷനിൽ. അതെ, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കി നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോകും? ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അജ്മൽ നേരത്തെ കുറഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നാട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ അടുത്ത് പോയതാണ്. അതിനുശേഷം അടുത്ത് പോയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്, കേരളത്തിൽ. അതെ 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 കേരളത്തിലെത്തിയപ്പോൾ വിളിച്ചിരുന്നു, പിന്നീട് ഇപ്പം വിളിക്കുന്നില്ല. വലിയ കടം ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനോ, അങ്ങനെ ഷാഫി എന്ന് പറയുന്ന ഒരാൾക്ക് പണം കൊടുക്കാനുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഷാഫി എന്ന് പറഞ്ഞ ആൾക്കില്ല. ഷാഫിയുടെ ഒരു അനിയൻ മുജീബ് ഉണ്ട്, അവർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2-3 ആളുകൾക്ക് ക്യാഷ് കൊടുക്കാനുള്ളൊരു ക്ലെയിം ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യത നമുക്കറിയില്ല. അജ്മൽ പറഞ്ഞാലേ മനസ്സിലാവും. അതെ 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 അജ്മൽ പറഞ്ഞ് ഇത്ര ഞാൻ ഇന്നാലിന് ആളുകൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അന്ന് വന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു? പൈസ തരാത്തതുകൊണ്ടാണ് തട്ടിക്കൊണ്ട് പോകുന്നത്? തീർച്ചയായിട്ടും അന്ന് വന്ന ആളുകൾ ഫസ്റ്റിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ്. ക്യാഷ് തരാനുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് എഴുതണം എന്ന് പറഞ്ഞ ഒരു ബൈക്കിൽ 2 ആൾ വന്ന് അവരാണ് ആദ്യം സംസാരിച്ചത്. സംസാരിച്ച സമയത്ത് ഈ ക്യാഷുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് എഴുതണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ഷിഫ്റ്റ് കാറ് റിവേഴ്സ് എടുത്ത് ഈ വീട്ടിലേക്ക് കടന്നു വരികയും അങ്ങനെ ഇവരെ ബലമായി പിടിച്ചിട്ട് വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ അനൂസിനെ തിരികെ കിട്ടിയത് പോലീസ് തന്നെ എടുക്കുന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്തതായിരിക്കും. തീർച്ചയായിട്ടും അവർ ഏത് അർത്ഥത്തിലാണ് എന്നറിയില്ല. അതിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ 5 ദിവസത്തോളം ഈ ഉപ്പയും ഉമ്മയും ഒരു മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ആ ഒരു രീതിയിൽ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞങ്ങളെ നാടൊന്നാകെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുട്ടികളും സ്ത്രീകളും അടക്കം എല്ലാ ആളുകളും. കാരണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുമോൻ അങ്ങനെയാണ്. എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന, പിന്നെ ഒരു ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും എല്ലാവരോടും ഇടപഴകുന്ന, അത്തരത്തിൽ വളരെ സൗമ്യമായി നിൽക്കുന്ന ഒരു മോനാണ്. അപ്പോൾ ഈ മോൻ്റെ മിസ്സിങ് എന്ന് പറയുന്നത് ഇവരെ എല്ലാവരെയും നാട്ടിലെ ഞങ്ങളൊന്നാകെ വേദനിപ്പിച്ചൊരു കാര്യമാണ്.